Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന ടോപ്പിക്കുമായി അനുബന്ധിച്ച് വരാവുന്ന കുറച്ച് സബ് ടോപ്പിക്സാണ്. ഓക്കെ, അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. സെക്യൂരിറ്റി അനാലിസിസ് അതിൻ്റെ ഇൻട്രഡക്ഷൻ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ചെറുതായിട്ട്, അല്ലെങ്കിൽ സൂചിപ്പിച്ചിരുന്നു എന്താണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന്. ക്ലിയർ? ചിലപ്പോൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതാൻ പറ്റുന്ന രീതിയിൽ. ക്ലിയർ? ഇതൊന്ന് എന്താണെന്ന് എളുപ്പത്തിൽ നോക്കി പോവാം. വാല്യൂ ഇൻവെസ്റ്റിംഗ്. ക്ലിയർ? സോ വാട്ട് ഈസ് വാല്യൂ ഇൻവെസ്റ്റിംഗ്? അപ്പോൾ എൻ്റെ മീനിങ് ഇതാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ദാറ്റ് ഇൻവോൾവ്സ് picking stocks that appear to be trading for less than their intrinsic value for a long term investment. Clear? ഒന്നുകൂടെ നമുക്കത് നോക്കാം, അതിന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണത്? വാല്യൂ ഇൻവെസ്റ്റിംഗ് ഇസ് നത്തിങ് ബട്ട് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ആര് ഫോളോ ചെയ്യുന്നതാ? ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്നു. എന്തിനു വേണ്ടി ഫോളോ ചെയ്യുന്നു? റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? അതിനുള്ളൊരു സ്ട്രാറ്റജി ആയിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു സ്ട്രാറ്റജി ആയിട്ട് ഇത് ഉപയോഗിക്കുന്നു. ആര്? ഇൻവെസ്റ്റേഴ്സ്. ക്ലിയർ? ഇൻവോൾവിങ്, അതിൽ എന്താണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? പിക്കിംഗ് ഓഫ് സ്റ്റോക്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് അപ്പിയർ ടു ബി ട്രേഡിംഗ് ഫോർ less than their intrinsic value, and such shares are called as underpriced shares. Clear? അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷെയർ തീരുമാനിക്കുമ്പോൾ, ഏത് ഷെയറുകളെല്ലാം വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ഏതിനെ നമ്മൾ ഉൾപ്പെടുത്തും? സോ വി ആർ സെലക്ടിങ്, വി ആർ ചൂസിങ് ദോസ് ഷെയർസ് which are underpriced. And what is underpriced nature? Underpriced securities are those securities in which its intrinsic value, calculated intrinsic value, is greater than its current market price. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കുറവും ഇൻട്രിൻസിക് വാല്യൂ കൂടുതലായിട്ട് വരാവുന്ന സെക്യൂരിറ്റികളെയാണ് എന്ത് പറയുക? അണ്ടർ പ്രൈസ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. ക്ലിയർ? അപ്പം ഇങ്ങനെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി, ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്കായി ഷെയറുകളോ സെക്യൂരിറ്റീസോ വാങ്ങിക്കുമ്പോൾ ഇൻട്രിൻസിക് വാല്യൂവിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് ഇൻട്രിൻസിക് വാല്യൂ കൂടുതലും കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് കുറഞ്ഞിട്ടും വരുന്ന അണ്ടർ പ്രൈസ് സെക്യൂരിറ്റീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് ആരാണിത് പ്രപ്പോൺ ചെയ്തത് അല്ലെങ്കിൽ പ്രൊനൗൺസ് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സോ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ഓർ പ്രൊനൗൺസ് ഇൻ ദ ഇയർ 1928 ബൈ ബെഞ്ചമിൻ ഗ്രഹാം ആൻഡ് ഡേവിഡ് ഡോ. നമ്മൾ നേരത്തെ സെക്യൂരിറ്റി അനാലിസിസിൽ പഠിച്ചതാണ്, അല്ലേ ഇവരുടെ പേര്. അപ്പോൾ അവർ 1928 തന്നെ ഇങ്ങനെ ഒരു ടേം, വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു ടേം കോയിൻ ചെയ്യുണ്ടായി, പ്രൊനൗൺസ് ചെയ്യുണ്ടായി. ക്ലിയർ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്താണ് അവർ തിയറട്ടൈസ് ചെയ്തത്? കുറേ തിയറീസാണ് അവരുടെ. അപ്പോൾ ആ തിയറി അനുസരിച്ച് അവരെന്ത് ചെയ്തു? അവർ സ്റ്റഡീസൊക്കെ നടത്തിയിട്ട് പറയാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ചില ഷെയർസിൻ്റെ, ചില കമ്പനികളുടെ ഷെയർസ് അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് മാറാം. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, സെക്യൂരിറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാം? അണ്ടർ പ്രൈസ് സെക്യൂരിറ്റീസ് വാങ്ങിക്കാം. എന്താണ് അണ്ടർ പ്രൈസ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, അല്ലേ? ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക? അത് നമ്മൾ ബോണ്ട് വാല്യുവേഷൻ, ഇക്വിറ്റി വാല്യുവേഷനിലൊക്കെ നമ്മൾ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ കാൽക്കുലേഷനെ കുറിച്ച് പഠിച്ചു. അപ്പം അപ്രകാരം ഏതെങ്കിലും ഒരു ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രിൻസിക് വാല്യൂ കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് അതിനേക്കാളും കുറഞ്ഞിട്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം സെക്യൂരിറ്റീസ് എന്ത് പറയുന്നു? അണ്ടർ പ്രൈസ് എന്ന് പറയാം. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഓ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഈസ് ലെസ് ദാൻ ദി ക്ലിയർ ഇൻട്രിൻസിക് വാല്യൂ. അപ്പോൾ ഇങ്ങനെ വരാവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് പറയുന്നു? അണ്ടർ പ്രൈസ് സെക്യൂരിറ്റി. അപ്പോൾ അണ്ടർ പ്രൈസ് സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. എങ്ങനെയാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക? ഇപ്പോൾ ഇവർ ബിലീവ് ചെയ്യുന്നു, നമ്മളെ ഇൻവെസ്റ്റേഴ്സ് ബിലീവ് ചെയ്യുന്നു ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂ ആണ്, അല്ലേ? തിയററ്റിക്കൽ വാല്യൂ ആണ്. ഫ്യൂച്ചറിൽ ഷെയറിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാം? ഇൻട്രിൻസിക് വാല്യൂ വരെ കൂടാൻ സാധ്യതയുണ്ട്. ക്ലിയർ? പക്ഷേ ഇപ്പോഴോ കുറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ പ്രൈസ് എന്ത് ചെയ്യുക? ആ ഷെയർസ് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നീട് അത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് ലെവൽസ് ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി വിൽക്കുകയോ അല്ലെങ്കിലൊക്കെ ചെയ്യാം. ക്ലിയർ? ഇങ്ങനെ ഇൻട്രിൻസിക് വാല്യൂ കൂടുതലായിട്ട്
അതുപോലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞതായിട്ടുള്ള സെക്യൂരിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അണ്ടർ പ്രൈസ് സ്റ്റോക്സിനെ പർച്ചേസ് ചെയ്യുക. ക്ലിയർ? അത് ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് ഷെയർ പ്രൈസ് മൂവ് ചെയ്യുന്ന സമയത്ത്, മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് വരുമ്പോൾ അതിനെന്ത് ചെയ്യുക? ഷെയറിനെ വിൽക്കുക. സോ ദിസ് ഈസ് ദ ബേസിക് അസംഷൻ അണ്ടർ ഫണ്ടമെൻ്റൽ അനാലിസിസ്. ക്ലിയർ? അതുകൊണ്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് ഇവിടെ വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. Clear? So for value investing purpose, for meeting value investment strategy, we are using fundamental analysis. Clear? അതിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? എക്കണോമി, ഇൻഡസ്ട്രി, കമ്പനിയൊക്കെ അനലൈസ് ചെയ്ത് ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള തിയറീസ് എല്ലാം അവരെന്ത് ചെയ്തിട്ടുണ്ട്? 1934 ബെഞ്ചമിൻ ഗ്രഹാം ആൻഡ് ഡേവിഡ് ഡോഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കായിട്ടുള്ള സെക്യൂരിറ്റി അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്ന അവരുടെ ടെക്സ്റ്റിനെ എന്തായിട്ട് അറിയപ്പെടുന്നു? ബൈബിൾ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന രീതിയിൽ അറിയപ്പെടുന്നു. ക്ലിയർ? ഓക്കെ. ദെൻ എങ്ങനെയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് ഉണ്ട് ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുക? അല്ലെങ്കിൽ വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ സ്കോപ്പായിട്ടുള്ള അണ്ടർ പ്രൈസിംഗ് ആണ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു സെക്യൂരിറ്റീസിനെ? അപ്പം അതിനുവേണ്ടി ചില ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നോക്കാറുണ്ട്. എന്തെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സാധാരണഗതിയിൽ അണ്ടർ പ്രൈസ്ഡ് ആണോ ഒരു സെക്യൂരിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുക? ക്ലിയർ? ഒട്ടനവധി ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. പക്ഷേ എങ്കിലും ചില ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സാണ്. ഒരു 3 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ കേസിൽ പറയുന്നു. അതിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഒരു സെക്യൂരിറ്റീസിനെ എന്ത് പറയാം? അണ്ടർ പ്രൈസ്ഡ് ആണ്, വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് പറ്റുന്നതാണ് നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാണത്? നമ്പർ 1, ലോ പി റേഷ്യോ. ക്ലിയർ? ഒരു സെക്യൂരിറ്റിയുടെ പി റേഷ്യോ, പ്രൈസ് ഏർണിങ്സ് റേഷ്യോ വളരെ കുറവായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പോൾ പ്രൈസ് ഏർണിങ്സ് റേഷ്യോ എന്താ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പി റേഷ്യോ. അപ്പോൾ പി റേഷ്യോ എന്ന് പറയുന്നത് ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ, സ്റ്റാൻഡേർഡ് റേഷ്യോ നമുക്ക് അങ്ങനെ എല്ലാ കമ്പനിക്കും ഒരേ രീതിയിൽ പറയാൻ പറ്റില്ല എങ്കിലും ഒരു 15 മുതൽ 20 വരെയൊക്കെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ക്ലിയർ? 15 to 20 times will be the normal standard or normal ratio, normal P ratio or standard P ratio. അങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ. പക്ഷേ എങ്കിലും നമ്മളൊരു മാർക്കറ്റിൻ്റെ നേച്ചർ അനുസരിച്ച് പറയുമ്പോൾ 15 to 20 വരെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് പറയാം. അതിനേക്കാളും കൂടുമ്പോൾ അത് ഹൈ പി റേഷ്യോ ആണ്. അതിനേക്കാളും കുറഞ്ഞ് വരുമ്പോൾ എന്ത് പറയാം? ലോ പി റേഷ്യോ എന്ന് പറയാം. സേ ഫോർ എക്സാമ്പിൾ പി റേഷ്യോ 10 ആണ്, 10നേക്കാളും കുറവാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് 1 രൂപ ഏർണിങ്സ് കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ 8 രൂപ മുടക്കിയാൽ മതി. അല്ലെങ്കിൽ 10 നമ്മുടെ പി റേഷ്യോ എങ്കിലോ 1 രൂപയുടെ ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് 10 രൂപ മുടക്കിയാൽ മതി. പി റേഷ്യോ കൂടുന്തോറും എന്താ? 1 രൂപയുടെ ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ പ്രൈസ് മുടക്കുന്നു. 20-25 ഒക്കെ വരുമ്പോൾ ഹൈ പി റേഷ്യോ. അപ്പോൾ ലോ പി റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേഷനാണ്. എന്തിൻ്റെ ഇൻഡിക്കേഷനാണ്? അണ്ടർ പ്രൈസ്ഡ് ആണെന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. നെക്സ്റ്റ് വൺ, ലോ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ. ബുക്ക് വാല്യൂ റേഷ്യോ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം കേൾക്കുക അല്ലേ? എന്താണ് ഈ ബുക്ക് വാല്യൂ റേഷ്യോ? നമുക്കറിയാം പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. ബുക്ക് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രൈസ് നമുക്കറിയാം, കറണ്ട് മാർക്കറ്റ് പ്രൈസ്. പ്രൈസ് ഹിയർ മീൻസ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ആൻഡ് ഹൗ ടു കാൽക്കുലേറ്റ് ബുക്ക് വാല്യൂ ഓർ ബുക്ക് വാല്യൂ പെർ ഷെയർ? ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുല നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫണ്ടമെന്റൽ അനാലിസിസിൻ്റെ ടൂൾസ് ഒക്കെ നോക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്പനിയുടെ നെറ്റ് അസറ്റ്സ് കണ്ടുപിടിക്കുക. നെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി. അപ്പം നെറ്റ് അസറ്റ്സ് കിട്ടും. ഈ നെറ്റ് അസറ്റ്സിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിന് എന്ത് പറയുക? ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയും. ക്ലിയർ? ഇങ്ങനെ കിട്ടുന്ന ബുക്ക് വാല്യൂ പെർ ഷെയർ, ബുക്കിലുള്ള ഷെയറിൻ്റെ വില. ക്ലിയർ? സോ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂ പെർ ഷെയർ ആയി. സോ ഈ ബുക്ക് വാല്യൂ പെർ ഷെയറിന് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ റേഷ്യോ. ക്ലിയർ? അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ക്ലിയർ? ബുക്ക് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ബുക്ക് വാല്യൂ പെർ ഷെയർ എടുക്കുകയാണെങ്കിൽ ഇത് കൂടുതലാണോ കുറവാണോ നോക്കുക. ക്ലിയർ? കുറഞ്ഞ ഒരു ബുക്ക് വാല്യൂ റേഷ്യോ ആണ്, പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ആണെങ്കിൽ അതെന്താ? അതും അണ്ടർ പ്രൈസിൻ്റെ നേച്ചർ. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. ബുക്ക് വാല്യൂ നോക്കിയപ്പോഴും 100 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ 100/100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? റേഷ്യോ വിൽ ബി 1. ക്ലിയർ? ഇനി കറണ്ട് മാർക്കറ്റ് പ്രൈസ് 200 രൂപയാണെന്ന് വിചാരിക്കുക. പക്ഷേ ബുക്കിലുള്ള വില 100 രൂപയേ ഉള്ളൂ. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 100 വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും? അത് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ 2 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ എന്താ? അത് ഹൈ ബുക്ക് വാല്യൂ റേഷ്യോ ആയി, ഹൈ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ആയി. ഇനി സപ്പോസ് മാർക്കറ്റിൽ ഇപ്പോൾ വില 90 റുപ്പീസേ ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ കറണ്ട് നമ്മുടെ ബുക്കിലുള്ള വില 100 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ 90 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് നമുക്ക് 0.9 കിട്ടും. അപ്പോൾ ഒന്നിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയാൻ പറ്റും?
പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ഒന്നോ അതിനേക്കാളും കുറവായിട്ട് വരികയാണെങ്കിൽ അതെന്താ, ലോ ബുക്ക് വാല്യൂ റേഷ്യോ ആണ് അല്ലേ. സോ പ്രൈസ് ടു ബുക്ക് വാല്യൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് ലോ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ നോക്കുകയാണെങ്കിൽ അതും ഒരു ഇൻഡിക്കേഷൻ ആണ് എന്ത്, നമ്മുടെ സെക്യൂരിറ്റി അണ്ടർ പ്രൈസ്ഡ് ആണെന്ന് പറയാം. മൂന്നാമത്തെ ഇൻഡിക്കേറ്ററാണ് ഹൈ ഡിവിഡൻഡ് ഈൽഡ് അല്ലേ. എന്താ ഡിവിഡൻഡ് ഈൽഡ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിവിഡൻഡ്, എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ക്ലിയർ? ഇപ്പോൾ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഡിവിഡൻഡിൻ്റെ ഈൽഡ് കിട്ടും അല്ലേ. ഇനി നമ്മൾ ഗ്രോത്ത് കൂടെ എടുക്കുകയാണെങ്കിൽ ഡി ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് സി അല്ലേ. ദാറ്റ് ഈസ് പി. നമുക്ക് പ്രൈസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതുപോലെ ഗ്രോത്ത് കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഡി ഡിവൈഡഡ് ബൈ P0 പ്ലസ് ജി. ക്ലിയർ? അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഈൽഡ്. അപ്പോൾ ഇങ്ങനെ ഡിവിഡൻഡ് ഈൽഡ് വളരെ കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ, ക്ലിയർ, ആ ഡിവിഡൻഡ് ഈൽഡ് ഫോർ എക്സാമ്പിൾ 20% ആണ്, 25% ആണ്, അല്ലെങ്കിൽ 15% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് പറയാൻ പറ്റും? അതിനനുസരിച്ച് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. ക്ലിയർ? അത് കുറഞ്ഞിട്ട് വരികയെന്ന് വിചാരിക്കുക. 10% ഉള്ളൂ, 8% ഉള്ളൂ. അപ്പോൾ അത് കുറഞ്ഞ ഒരു ഡിവിഡൻഡ് ഈൽഡാണ്. ക്ലിയർ? അപ്പോൾ ഒരു 15%നേക്കാളും കൂടുതലായിട്ട് വരുമ്പോൾ അതിന് നമുക്ക് ഹൈ 15 അല്ലെങ്കിൽ 20%നേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഡിവിഡൻഡ് ഈൽഡ് വരികയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഹൈ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ? 10% അല്ലെങ്കിൽ അതിന് താഴെ 5% കുറവായിട്ടൊക്കെ വരികയാണെങ്കിൽ ലോ ആയിട്ട് വരുന്നു എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഒരു ഹൈ ഡിവിഡൻഡ് ഈൽഡ് ഉണ്ടെങ്കിൽ അതും ഇതിനുള്ള കാരണമാണ്, ഒരു അണ്ടർ പ്രൈസ് ആയിട്ട് വരാനുള്ള ഒരു കാരണമാണ്. ക്ലിയർ? അപ്പം ഇങ്ങനെ ചില ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ട് ഷെയർസ്, സെക്യൂരിറ്റീസ് അണ്ടർ പ്രൈസ്ഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ക്ലിയർ? സോ ദാറ്റ് ഈസ് അബൌട്ട് വാല്യൂ ഇൻവെസ്റ്റിംഗ്. ദെൻ വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ക്ലിയർ? സോ വാട്ട് ഈസ് വാല്യൂ ഇൻവെസ്റ്റിംഗ്? ക്ലിയർ? നമുക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എക്സ് ആക്സിസ് നമ്മൾ ടൈം പീരീഡ് ആണ് കൊടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഷെയറിൻ്റെ വാല്യൂ ആണ്. ക്ലിയർ? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻട്രിൻസിക് വാല്യൂയും കാൽക്കുലേറ്റ് ചെയ്യണം, കറക്റ്റ് മാർക്കറ്റ് പ്രൈസ് കൊടുക്കണം. ഇതിന് രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെയാണ് നിങ്ങളിവിടെ കാണുന്ന റെഡ് കളർ. ക്ലിയർ? ആ റെഡ് കളർ എന്താ? റെഡ് കളർ ലൈൻ എന്താണ്? സോ ദിസ് ലൈൻ ഈസ് ഇൻട്രിൻസിക് വാല്യൂ. ക്ലിയർ? ഫേമിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതാണ് റെഡ് കളറിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്ലൂ കളറിലുള്ള കർവ് എന്താണ്? അത് സെക്യൂരിറ്റി പ്രൈസസ് ആണ്, മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ക്ലിയർ? അപ്പം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് പ്രൈസിനെയാണ് നമ്മൾ ബ്ലൂ കളറിൽ ഒരു കർവായിട്ട്, കർവിൻ്റെ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? ശരി. ഇനി ഇത് നോക്കുക, കറണ്ട് മാർക്കറ്റ് പ്രൈസ് താഴെ നിന്നും മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അത് കൂടി വരുന്നുണ്ട് അല്ലേ. നിങ്ങൾ ഇതിൽ കാണുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യുന്നു? അത് കൂടി വരുന്നു. ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ വെച്ച് ടച്ച് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ക്ലിയർ? ഇങ്ങനെ മുകളിലേക്ക് പോയിരിക്കുമ്പോൾ നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും? ഓവർ പ്രൈസ്. ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും താഴേക്ക് വന്നിട്ടുള്ള സമയത്തൊക്കെ എന്താണത്? അണ്ടർ പ്രൈസ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ? ഇപ്പോൾ താഴെയുള്ള പോർഷനൊക്കെ എന്താ? അണ്ടർ പ്രൈസ്ഡ് പോർഷനാണ്. മുകളിലുള്ള പോർഷനൊക്കെ എന്താണ്? ഓവർ പ്രൈസ്ഡ് പോർഷനാണ്. ക്ലിയർ? അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മൾ എന്താണ് തീരുമാനം എടുക്കാൻ പറ്റുക? നമുക്കറിയാം ഇൻട്രിൻസിക് വാല്യൂവിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലേ. അപ്പോൾ കുറവ് വരുന്ന സമയത്ത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞ് വരുമ്പോൾ അത് അണ്ടർ പ്രൈസ് എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക? നമുക്ക് നോക്കുക. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും കുറഞ്ഞ് എന്ത് ചെയ്യുന്നു? കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നു. അപ്പോൾ എത്രയും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് എ സിഗ്നൽ ഫോർ ബൈയിങ്. അണ്ടർ പ്രൈസ്ഡായിട്ട് മാറി നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഈ പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് നമ്മൾ എന്ത് പറയുന്നു? മാർജിൻ ഓഫ് സേഫ്റ്റി. എന്ത് പറയും? മാർജിൻ ഓഫ് സേഫ്റ്റി. സോ അതാണ് ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? നിങ്ങൾ കാണുന്ന ഗ്രീൻ കളറിലുള്ള ലൈൻ എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. ക്ലിയർ? നമ്മളിപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ക്ലിയർ, നമുക്ക് ഇൻട്രിൻസിക് വാല്യൂ കൂടുതലാണ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒരു സേഫ് പൊസിഷനായിട്ട് വരും. ഇങ്ങനെ മാർജിൻ ഓഫ് സേഫ്റ്റി ഉള്ള ഷെയർസ് ആണ് എന്തിന് സ്കോപ്പ് ഉള്ളത്? വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് സ്കോപ്പ് ഉള്ളത്. ക്ലിയർ? സോ ഇവിടെ നമുക്ക് ബൈ സിഗ്നൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോക്കുക, തുടർന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഷെയർ പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് വരുന്നുണ്ട് ഇവിടെ അല്ലേ. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ കൂടുതൽ വരുന്ന സമയത്ത് ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും മുകളിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് എ സിഗ്നൽ ടു സെൽ.
അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെല്ലിൻ്റെ ഒരു സിഗ്നൽ കൊടുക്കാം. കാരണം എന്താ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ കുറവാണ്, മാർക്കറ്റിൽ ഇപ്പോൾ കൂടുതൽ വാല്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൂടുതൽ വാല്യൂവിന് ഇപ്പോൾ വിൽക്കുക, പിന്നീട് അത് കുറയും, ഇൻട്രിൻസിക് വാല്യൂയിലേക്ക് വരും. ദാറ്റ് ഈസ് അസംപ്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് അവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സെക്യൂരിറ്റീസിനെ വാങ്ങിക്കാം. ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഏർപ്പാടിനെയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാല്യൂ ഇൻവെസ്റ്റിംഗ് നമുക്ക് ഈ ഗ്രാഫിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? വൈ വാല്യൂ ഇൻവെസ്റ്റിംഗ് വർക്ക്സ്? ക്ലിയർ? കാരണം ഇതൊരു സൈക്കിളായിട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നു അല്ലേ? എന്താ കാരണം? അതാണ് ഇവിടെ ഗ്രാഫിൽ, നിങ്ങൾ ഇവിടെ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. സോ വാല്യൂ ഇൻവെസ്റ്റിംഗ് സാധാരണ ആദ്യം തുടങ്ങും അല്ലേ? അത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും? ഒരാൾ മാർക്കറ്റ്, ഇപ്പോൾ കുറച്ച് പേര് മാർക്കറ്റിൽ സ്റ്റഡി ചെയ്തു, ഇൻട്രിൻസിക് വാല്യൂകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു, അതിനനുസരിച്ച് കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ കമ്പയർ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? വാല്യൂ ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വെറുതെ ഇരിക്കുമോ? അവരും എന്ത് ചെയ്യും? ഇതേപോലെ വാല്യൂ ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുന്ന സമയത്ത് ദർ വിൽ ബി എൻട്രി ഓഫ് വാല്യൂ ഇൻവെസ്റ്റേഴ്സ്. സോ എവ്രി വൺ ഈസ് എ വാല്യൂ ഇൻവെസ്റ്റർ. കുറച്ച് പീരീഡ് കഴിയുമ്പോൾ മിക്കവാറും ആൾക്കാരും വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. കാരണം എന്താ? അവർക്ക് ലാഭം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ഓരോ ആൾക്കാരും മറ്റുള്ള ആൾക്കാർക്ക് ലാഭം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇവരും അതേപോലെ തന്നെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുന്ന സമയത്ത് എവറി ഇൻവെസ്റ്റർ വിൽ ബിക്കം വാല്യൂ ഇൻവെസ്റ്റേഴ്സ്. അവർ കണ്ട പ്രൈസ് ഷെയർ നോക്കി വാങ്ങിക്കാൻ തുടങ്ങും. ഇങ്ങനെ കുറേ വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഈ മാർജിൻ ഓഫ് സേഫ്റ്റി, നമ്മൾ പറഞ്ഞിരിക്കുന്ന വാല്യൂ അല്ലേ, അത് കുറഞ്ഞു വരും. എന്താ കാരണം? അതിൻ്റെ ഡിഫറൻസ് കുറയാൻ കാരണം എന്താ? കൂടുതൽ ഡിമാൻഡ് ഉണ്ട് അല്ലേ, സപ്ലൈ കുറവായിരിക്കും. അപ്പം എന്ത് ചെയ്യും? പ്രൈസ് അണ്ടർ പ്രൈസ് മാറി അത് നോർമലിലേക്ക് വരും. ഇൻട്രിൻസിക് വാല്യൂവിന് തുല്യമായിട്ട് വരാനുള്ള സാഹചര്യം വരും. ഇങ്ങനെ തുല്യമായിട്ട് വരുന്ന സാഹചര്യം വരുമ്പോൾ ഡിഫറൻസ്, മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് തീരെ ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നതാണ് വാല്യൂ ഡിസപ്പിയേഴ്സ്. സോ ഇൻ ദ ലോങ് റൺ അല്ലേ, കുറച്ച് പീരീഡ് കഴിയുമ്പോൾ വാല്യൂ ഡിസപ്പിയർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇല്ലാതായിട്ട് വരുന്നു. ക്ലിയർ? ഇൻട്രിൻസിക് വാല്യൂവും കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്തായിട്ട് വരുന്നു? ഈക്വൽ ആയിട്ട് വരുന്നു. പിന്നെ അവിടെ സ്കോപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താവും? വീണ്ടും ഈ ഇൻവെസ്റ്റേഴ്സ്, വാല്യൂ ഇൻവെസ്റ്റേഴ്സിൽ കുറേ ആൾക്കാർ എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. എന്താ ഡിസപ്പിയർ ചെയ്യാൻ കാരണം? ഇനി വാല്യൂ ഇൻവെസ്റ്റിംഗിലുള്ള സ്കോപ്പ് ഇല്ല എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. ക്ലിയർ? അങ്ങനെ ഡിസപ്പിയർ ചെയ്ത് കുറച്ച് പീരീഡ് കഴിയുമ്പോഴേക്കും എന്താവും? മാർക്കറ്റിൽ വീണ്ടും ഈ ഇൻഇക്വാലിറ്റി വരും. ക്ലിയർ? ഇൻട്രിൻസിക് വാല്യൂ ഒന്നായിരിക്കും, പക്ഷേ മാർക്കറ്റ് പ്രൈസ് വ്യത്യാസം വരും. ഇങ്ങനെ വരുമ്പോൾ വീണ്ടും എന്നുള്ള സ്കോപ്പ് വന്നു? വാല്യൂ ഇൻവെസ്റ്റിങ്ങിനുള്ള സ്കോപ്പ് വന്നു. ക്ലിയർ? വീണ്ടും എന്താവും? അത് ബാക്കിയുള്ള ആൾക്കാർ കൂടെ ഫോളോ ചെയ്യാൻ തുടങ്ങും. വീണ്ടും എന്ത് ചെയ്യും? അത് ഇൻട്രിൻസിക് വാല്യൂവിന് തുല്യമായിട്ട് വരും. വീണ്ടും എന്ത് ചെയ്യും? ആൾക്കാർ ഡിസപ്പിയർ ചെയ്യും. വീണ്ടും എന്താവും? അത് ഇതിൻ്റെ വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് സ്കോപ്പായിട്ട് മാറി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ക്ലിയർ? അപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈക്ലിക്കൽ സിറ്റുവേഷൻ ആയിട്ടാണ് വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെ നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? സോ വാല്യൂ ഇൻവെസ്റ്റിംഗ് ഈസ് always works in the stock market scenario. Clear? As per the postulates of fundamental analysis. Okay, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് വാല്യൂ ഇൻവെസ്റ്റിംഗ്.